ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന പഠന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും തൃത്വനാമത്തിൽ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് ജീവിത മേഖലയിൽ ദൈവത്തിന് അനുരൂപരാകുവാനും ആത്മീയമായ വഴിത്താരയിലൂടെ മുൻപോട്ട് പോകുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ പുതിയ എപ്പിസോഡിൽ ധ്യാനത്തിനും പഠനത്തിനുമായി 8-ാം സങ്കീർത്തനം 3 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുകയാണ്. സങ്കീർത്തന മാധുരി. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർദ്ധ്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവനെന്തുമാത്രം? നീ അവനെ ദൈവദൂതന്മാരേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ഈ വേദവാക്യം ഒന്നുകൂടി ഞാൻ വായിക്കുകയാണ്. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർദ്ധ്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്തുമാത്രം? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവനെന്തുമാത്രം? ഈ വാക്യങ്ങളിൽ ദൈവ സൃഷ്ടിയെപ്പറ്റി, അനാദികാലത്തെ ചരിത്രത്തെപ്പറ്റി സങ്കീർത്തനക്കാരനെ ഒരു നിമിഷം ചിന്തിക്കുകയാണ്. ഏകാന്തതയിൽ ധ്യാനത്തോടെ ദൈവദാസനിരുന്നപ്പോൾ അധികാരങ്ങളുടെ കെട്ടുപാണ്ടങ്ങളും മറ്റും മാറ്റിവെച്ചിരുന്നപ്പോൾ അവൻ ദൈവസന്നിധിയിൽ ഒരു നിമിഷം ചിന്തിക്കുകയാണ്. ദാവീദ് സങ്കീർത്തനങ്ങൾ എഴുതിയത് രാജാവായതിനു ശേഷം മാത്രമല്ല, തൻ്റെ പിതാവിൻ്റെ ആടുമാടുകളെ മേയിച്ചുകൊണ്ട് വനാന്തർഭാഗത്ത് പോയ അവസരത്തിലും അവൻ സങ്കീർത്തനങ്ങൾ എഴുതി, സങ്കീർത്തനങ്ങൾ പാടി. ദാവീദിൻ്റെ സഹോദരങ്ങളൊക്കെ തന്നെ യുദ്ധവീരന്മാരും ശ്രേഷ്ഠരുമായിരുന്നു. ആ കൂട്ടത്തിൽ കഴിവ് കുറഞ്ഞവനെന്ന് മാതാപിതാക്കളും സഹോദരങ്ങളും വിലയിരുത്തിയത് ദാവീദിനെ മാത്രമായിരുന്നു. അവൻ്റെ ഡ്യൂട്ടി കന്നുകാലികളുമായി മേച്ചൽ സ്ഥലങ്ങൾ തേടി അലയുക എന്നുള്ളതായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് ഒരുപക്ഷെ വനാന്തർഭാഗത്തോ മേച്ചൽ സ്ഥലങ്ങളിലോ വൃക്ഷച്ചുവടുകളിലായിരുന്നപ്പോൾ ശാന്തമായി നിശബ്ദമായിരുന്നു കൊണ്ട് അവൻ ആകാശത്തേക്ക് നോക്കിക്കാണാം, അവൻ പ്രാർത്ഥിച്ചു കാണാം. ആ സമയത്ത് പ്രാർത്ഥിച്ചു കാണാം. താനിരിക്കുന്നത് വെറും താഴെയാണെങ്കിലും, പുൽപ്പരപ്പിനിടയിലാണെങ്കിലും, ഏതെങ്കിലും വൃക്ഷങ്ങളെ നോക്കിയാണെങ്കിലും, വൃക്ഷച്ചുവട്ടിലാണെങ്കിലും, കാട്ടുജോലകൾക്കിടയിലാണെങ്കിലും, അടുത്താണെങ്കിലും അവൻ മുകളിലേക്ക് നോക്കി. എൻ്റെ ദൈവമേ, നീ ഉണ്ടാക്കിയ നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ നോക്കുമ്പോൾ മർദ്ധ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്തുമാത്രം? നമ്മളൊക്കെ ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ്. ഏതെങ്കിലും ഉള്ളറകളിൽ ആരും നോക്കാനും കാണാനും ഇല്ലാതെ ഏകാന്ത സ്ഥലത്ത് ആയിരിക്കുമ്പോഴും ഒറ്റപ്പെട്ടായിരിക്കുമ്പോഴും ഒരു വിശ്വാസിയുടെ മനസ്സ് എങ്ങോട്ടൊക്കെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. എൻ്റെ ഇല്ലായ്മകളോ എൻ്റെ അസ്വസ്ഥതകളോ പ്രയാസങ്ങളോ രോഗങ്ങളോ ദുഃഖങ്ങളോ ഒന്നുമല്ല ചിന്താവിഷയം. കെട്ടുപാടുകളൊന്നുമില്ലാതെ, തടസ്സങ്ങളൊന്നുമില്ലാതെ ആകാശത്തെയും ഭൂമിയെയും അവന് നോക്കുകയാണ്. നമ്മളുടെയൊക്കെ നോട്ടങ്ങളൊന്ന് പാറി നടക്കണം. ആകാശത്തിൻ്റെ ഗരിമയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഭൂമിയെയും ഒക്കെ ഒന്ന് നോക്കണം. അനന്ത നീലിമ പൂണ്ടിയ ആകാശം, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ എത്ര മഹാത്ഭുതമാണ് നമ്മളിൽ സൃഷ്ടിക്കുന്നത്. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും എന്നാണ് പറയുന്നത്. ദൈവ സൃഷ്ടിയിൽ ഏറ്റവും പ്രധാനമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതുകൂടി ഒരു പ്രീ ഹിസ്റ്റോറിക് ഇൻസിഡൻ്റ് ആണത്. ഭൂമി പാഴായും ശൂന്യമായും കിടന്നു. നമ്മൾ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറയുന്നത് 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം എന്ന് പറയുന്നത് അത് പിന്നീട് ഒരു പുനഃക്രമീകരണമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു.
ഈ ഭൂമിയും ഉണ്ടായിരുന്നു, ആകാശവും ഉണ്ടായിരുന്നു. ലോക സൃഷ്ടിക്രമത്തെക്കുറിച്ച് ഒന്നാം ദിവസം എന്ന് പറയുന്നതിന് മുൻപ് അനാദിയിൽ ഒരു മനുഷ്യനും ചിന്തിക്കുന്നതിനപ്പുറത്ത് അനാദിയിൽ അവൻ സൃഷ്ടിച്ച ആകാശം, ഭൂമി. ഈ ഭൂമിയെ പാഴും ശൂന്യവുമാക്കി മാറ്റിയതിൻ്റെ പിന്നിലും ഒരു ചരിത്രമുണ്ട്. ഭൂമി സുന്ദരമായി തന്നെ ദൈവം സൃഷ്ടിച്ചതാണ്. വേദപുസ്തക ചരിത്രം പറയുന്നത് സ്വർഗത്തിൽ 10 വൃന്ദം മാലാഖമാരായിരുന്നു ഉണ്ടായിരുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണത മനസ്സിലാകും. 10 വൃന്ദം മാലാഖമാർ. മാലാഖമാരുടെയൊക്കെ ദൗത്യം ദൈവത്തെ ഇടതടവില്ലാതെ സ്തുതിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ 10ാമത്തെ വൃന്ദം മാലാഖമാർ, ശക്തരായ മാലാഖന്മാരായി ഇവരെല്ലാവരും, അവരോർത്ത് ഞങ്ങൾ എന്തിനാ ദൈവത്തെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ പറയുന്നത്, ഉത്തരദിക്കിന് അധിപനായി ഞങ്ങൾ വാണരുളും, ഞാൻ അവിടെ മറ്റൊരു സിംഹാസനമുണ്ടാക്കും, എന്നെ മഹത്വപ്പെടുത്തുവാൻ സ്തുതിക്കുവാൻ മറ്റ് സൃഷ്ടികളെ ഞാൻ നിയമിക്കും. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ചിറകറ്റ് നിലത്ത് വീണു? ഒരു വലിയ ചോദ്യമാണ്. 10ാമത്തെ വൃന്ദം മാലാഖന്മാർ, ലൂസിഫർ, പ്രകാശത്തിൻ്റെ പുത്രൻ എന്നറിയപ്പെട്ട ആ വ്യക്തിത്വങ്ങൾ, ആ മാലാഖന്മാരാണ് പിന്നീട് തള്ളപ്പെട്ടത്. അരുണോദയപുത്രനായ ശുക്രൻ എന്നാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ദൈവത്തോട് മത്സരിച്ച ആ ദൂതന്മാരെ ദൈവം സ്വർഗത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. അവരുടെ ചിറകുകൾ വെട്ടിക്കളഞ്ഞ്, ആത്മീകമായ ദൂതന്മാരുടേതായ ചിറകുകൾ വെട്ടിക്കളഞ്ഞു, ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. ഈ ഭൂമിയിൽ വീണയവർ ഈ ഭൂമിയെ പാഴും ശൂന്യവുമാക്കി തീർത്തു. അതെ, നിഷേധികളും അഹങ്കാരികളുമായവർ ദൈവത്തിൻ്റെ ശിക്ഷയിൽ നിന്ന്, മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും, ഭൂമിയിലേക്ക് അയക്കപ്പെട്ടെങ്കിലും അവർ ഈ ഭൂമിയെ പാഴും ശൂന്യവുമായി കളഞ്ഞു. അങ്ങനെ പാഴും ശൂന്യവുമായി കളഞ്ഞ ഈ ഭൂമിയാണ് തള്ളപ്പെട്ട മാലാഖമാർക്ക് പകരം ദൈവം തമ്പുരാൻ പുനഃക്രമീകരണം നടത്തി മനുഷ്യനെ സൃഷ്ടിച്ച്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് വിടുന്നത്. അങ്ങനെയാണ് ആദ്യം പ്രകാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, പിന്നീട് വിധാനമുണ്ടായി, ഓരോ സൃഷ്ടിപ്പുകളുണ്ടായി. അപ്പോൾ അതിനൊക്കെ മുൻപുണ്ടായ ആകാശവും ഭൂമിയും എൻ്റെ ദൈവത്തിൻ്റെ കൈകളുടെ പണിയായി, വിരലുകളുടെ പണിയായ ആകാശം. ദൈവത്തിൻ്റെ വിരലുകൾ കൊണ്ട് ആകാശമുണ്ടാക്കിയെന്ന് പറയുമ്പോൾ ആ വിരലിൻ്റെ തനിമ എത്രമാത്രം, ശ്രേഷ്ഠത എത്രമാത്രം, ആ ഉഗ്രത എത്രമാത്രം, അത് നമ്മൾ ചിന്തിക്കണം. ഒരു പ്രാർത്ഥനാനുഭവത്തോടു കൂടി ചിന്തിക്കണം. നിൻ്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ നക്ഷത്രമണ്ഡലങ്ങൾ വിശാലമാണ്. ആദിമകാലത്ത് നക്ഷത്രങ്ങളെക്കുറിച്ചും ആകാശമണ്ഡലത്തെക്കുറിച്ചുമൊക്കെ ഉണ്ടായിരുന്ന അറിവുകൾ തുലവും കുറവാണ്. എങ്കിലും സങ്കീർത്തനക്കാരൻ ആ അറിവുകൾക്കപ്പുറമായി പ്രവചിക്കുകയാണ്, വ്യാഖ്യാനിക്കുകയാണ്. കാരണം ഒരു സാധാരണക്കാരൻ്റെ കണ്ണുകളോടെ ആകാശത്തിലേക്ക് നോക്കുന്നു, ഭൂമിയിലേക്ക് നോക്കുന്നു, ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുന്നു. എന്നിട്ട് അതിനെ വെച്ചുകൊണ്ട് പറയുകയാണ്, മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. ഇന്ന് നമ്മളൊക്കെ പറയും എല്ലാ സൃഷ്ടിയുടെയും അലങ്കാരം മനുഷ്യനാണ്, സൃഷ്ടിയുടെ അലങ്കാരം, കിരീടം മനുഷ്യനാണ്. ദൈവം മനുഷ്യനെ ശ്രേഷ്ഠനായിട്ട് തന്നെയാണ് സൃഷ്ടിച്ചേക്കുന്നത്. പക്ഷേ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇട്ടാവട്ടത്തിലുള്ള ജീവിതമാണ്. മനുഷ്യൻ്റെ ആയുസ്സും ഇത്രയ്ക്കിത്ര കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. മനുഷ്യൻ്റെ ബുദ്ധിക്കും മനുഷ്യൻ്റെ ശക്തിക്കും ഒരു നിയന്ത്രണമുണ്ട്. പക്ഷേ നമ്മളൊക്കെ ഈ ജീവിക്കുന്ന ലോകത്ത് നമ്മളൊക്കെ ആരോ എന്തോ ആണെന്നുള്ള രീതിയിലാണ് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ കമ്പാരിസനാണ് നടത്തുന്നത്. അല്ലയോ മനുഷ്യ, നീ ചിന്തിക്കണം, നിന്നെ ഉണ്ടാക്കിയതും ആകാശത്തെയും നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും ഉണ്ടാക്കിയതും ദൈവമാണ്. അവയുടെ ദൗത്യം വലുതാണ്, ചന്ദ്രനും നക്ഷത്രങ്ങളും ചെയ്യുന്ന സേവനങ്ങൾ വലുതാണ്. അപ്പോൾ നമ്മളെ എല്ലാവരെയും ഉണ്ടാക്കിയത് ദൈവമായതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥനയോടുകൂടി ഒരു കാര്യം ഓർക്കുക, അയ്യോ ഞാനപ്പോൾ എത്രമാത്രം നിസ്സാരന, ആ ദൈവം എന്നെ ഉണ്ടാക്കി, ആകാശത്തെ ഉണ്ടാക്കിയ ദൈവം എന്നെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഗരിമയാണ് നമുക്കുള്ളത്, എന്തൊരു വലിമയാണ് നമുക്കുള്ളത്. ദൈവത്തിൻ്റെ പ്രത്യേകത അതാ പ്രിയമുള്ളവരെ. മനുഷ്യരിന്നൊരു വലിയ ഒരു സെപ്പറേറ്റിസം, ഒരു വേർതിരിവുകൾ ഉണ്ടാക്കിയേക്കുക, ആരോ എന്തോ ആണെന്നുള്ള രീതിയിൽ നടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ വലിയവനായി കഴിഞ്ഞാൽ അവൻ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ മടിയാണ്. അധികാരിയായി കഴിഞ്ഞാൽ അവൻ എന്തോ അവകാശിയാണ്, മുതലാളിയാണ്. നിസ്സാരമായ കാര്യം പോലും ചെയ്യാൻ വയ്യ, അവൻ്റെ ബേസിക്കായ കാര്യങ്ങൾ പോലും ചെയ്യാൻ വയ്യ. നമ്മളൊക്കെ പലപ്പോഴും കടന്നു പോകുകയാണ്. ഒരു ചുമതലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് നാണക്കേടാണ്. ഷൂ പോളിഷ് ചെയ്യുന്ന നാണക്കേട്,
വാഹനത്തിൽ കയറിയാൽ ഡോർ അടയ്ക്കുന്നത് നാണക്കേട്, അല്ലെങ്കിൽ നമ്മുടേതായ സാധനങ്ങൾ എടുക്കുന്നത് നാണക്കേട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചോണം, ദൈവത്തിന് അങ്ങനത്തെ വേർതിരിവുകളൊന്നുമില്ല. ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ ആ വലിയവനായ ദൈവം തന്നെയാണ് മനുഷ്യനെ മണ്ണ് കുഴച്ചുണ്ടാക്കിയെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നമ്മളെ അത് ഓർപ്പിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. ദൈവത്തിന് ആ രീതിയിൽ ഇടപെടാമെങ്കിൽ മാനസിക നിലപാടുകളിൽ, ഇടപാടുകളിൽ, പ്രവർത്തന മേഖലകളിൽ നമ്മൾ ഔന്നത്യത്തിൻ്റേതായ മാർഗങ്ങളൊന്നും നോക്കണ്ട. നമ്മൾ ഇത്രയും ഓർത്താൽ മതി, അവയെ സൃഷ്ടിച്ച ദൈവം നമ്മെ ഉണ്ടാക്കി. അവ എത്രയോ വലുതാണ്. നക്ഷത്രങ്ങളൊക്കെ എത്രയോ നാളുകൊണ്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ചന്ദ്രൻ എത്രയോ നാളുകൊണ്ട് പ്രകാശിക്കുന്നു. സൂര്യൻ പ്രകാശബിംബമായിരിക്കുന്നു. എന്നാൽ ദൈവം സൃഷ്ടിച്ച ആകാശത്തിൻ്റെയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും ദൗത്യം വേറെയാണ്. മനുഷ്യൻ്റെ ദൗത്യം വേറെയാണ്. ഇന്ന് മനുഷ്യൻ എത്താവുന്നതിനപ്പുറം എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയിലേക്കും മനുഷ്യൻ എത്തിക്കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഓർത്തോണം, അവയൊക്കെ നിത്യമായി പ്രകാശിക്കുന്നു. ഞാനും നിങ്ങളും ഓർത്തോണം പ്രിയമുള്ളവരെ, ഒത്തിരി നാളില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയ കാലഘട്ടത്തിൽ പ്രകാശിക്കാൻ സാധിക്കണം. ചന്ദ്രന് സ്വയമായി പ്രകാശിക്കാൻ പറ്റത്തില്ല. സൂര്യൻ്റെ പ്രകാശം അബ്സോർബ് ചെയ്ത് അതിനെ പ്രതിഫലിപ്പിക്കുക, റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചന്ദ്രൻ ചെയ്യുന്നത്. നക്ഷത്രങ്ങളുമൊക്കെ അതുപോലാണ്, സ്വയമായി പ്രകാശിക്കുന്നില്ല. ദൈവം ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആ രീതിയിൽ ക്രമീകരിച്ചെങ്കിൽ എനിക്കും നിങ്ങൾക്കും അബ്സോർബ് ചെയ്യാവുന്ന ഒരുപാട് പ്രകാശമുണ്ട്, സ്വാംശീകരിക്കാവുന്ന ഒരുപാട് പ്രകാശമുണ്ട്. മനുഷ്യനും സ്വന്തമായി ഒന്നും പ്രകാശിക്കാൻ പറ്റത്തില്ല. ചന്ദ്രനെ പോലെ, നക്ഷത്രങ്ങളെ പോലെ മനുഷ്യനും പ്രകാശം ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് അതിനെ പ്രതിഫലിപ്പിക്കാൻ സാധിക്കും. മനുഷ്യനും സത്തയിൽ നന്മയില്ലെങ്കിലും ദൈവനന്മ മനുഷ്യനിലുള്ളിടത്തോളം, ദൈവത്തിൻ്റെ ശ്വാസം മനുഷ്യനിലുള്ളിടത്തോളം, സാദൃശ്യവും സ്വരൂപവും ഉള്ളിടത്തോളം ആ നന്മകൾ മനുഷ്യനിലുണ്ട്. എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുക എന്നുള്ളതല്ല. നമ്മളും ചില പ്രകാശങ്ങളൊക്കെ അബ്സോർബ് ചെയ്തേ പറ്റത്തുള്ളൂ. കിട്ടാവുന്നിടത്തു നിന്നൊക്കെ സ്വീകരിക്കണം. അതിന് തലക്കനമൊന്നും പാടില്ല. ആത്മീകമായ അറിവിലൂടെ സ്വീകരിക്കണം, ഗുരുക്കന്മാരിൽ നിന്ന് സ്വീകരിക്കണം, ജ്ഞാനികളിൽ നിന്ന് സ്വീകരിക്കണം, ഗ്രന്ഥങ്ങളിൽ നിന്ന് സ്വീകരിക്കണം, അനുഭവങ്ങളിലൂടെ സ്വീകരിക്കണം. അതൊക്കെ സമൂഹത്തിന് പകർന്നു കൊടുക്കണം. അതൊക്കെ പകർന്നു കൊടുക്കുമ്പോഴാണ് ദൈവം ഈ സൃഷ്ടിച്ച സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും അതോടൊപ്പം മനുഷ്യ സൃഷ്ടിയുടെയും ആ പ്രഭ വെളിവാകുന്നത്. ആ ചിന്താധാരയ്ക്ക് ഞാൻ അവിടെ അടിവരയിടുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന അനുഭവം വലുതാണ്. നമുക്ക് അഭിമാനത്തോടെ പറയാം, എന്നെ സൃഷ്ടിച്ച ദൈവം മേളിലുള്ള ആകാശത്തെയും സൃഷ്ടിച്ചു. അവൻ്റെ കൈപ്പണിയാണ് ആകാശം, അവൻ്റെ കൈപ്പണിയാണ് ഞാൻ. അവൻ്റെ കൈപ്പണിയാണ് നക്ഷത്രം, അവൻ്റെ കൈപ്പണിയാണ് ചന്ദ്രൻ. അതേ ദൈവത്തിൻ്റെ കൈപ്പണിയാണ് ഞാനും. പ്രിയമുള്ളവരെ, ആകാശത്തെ സൃഷ്ടിക്കുവാൻ തൻ്റെ വിരൽ ചലിപ്പിച്ചവനായ ദൈവം, തൻ്റെ അധരങ്ങളിലൂടെ കൽപ്പിച്ചവനായ ദൈവം, ആജ്ഞാപിച്ചവനായ ദൈവം എന്നെയും നിന്നെയും സൃഷ്ടിക്കാൻ താണിറങ്ങി വന്നു, മെനഞ്ഞുണ്ടാക്കി. ആ സൃഷ്ടിയേക്കാൾ വലിയ പ്രാധാന്യം എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുണ്ട്. ആ ദൈവത്തെ ഹൃദയംഗമായി സ്നേഹിക്കണം. ഇത്ര നൽ രക്ഷകൻ വേറെയില്ലൂഴിയിൽ, ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നൽ രക്ഷകൻ വേറെയില്ലൂഴിയിൽ, ഹല്ലേലൂയ പാടും ഞാൻ. 5 വാക്യത്തിൽ തുടർന്ന് നമ്മൾ വായിക്കുന്നു, നീ അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലത്തെയും അവൻ്റെ കാൽക്കീഴിലാക്കിയിരിക്കുന്നു. മനുഷ്യൻ്റെ പദവിയെക്കുറിച്ച് പറയുകയാണ്. ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. ഒരു പഴയ നിയമ കൺസെപ്റ്റല്ല ദാവീദ് അത് പറഞ്ഞേക്കുന്നത്. ദൈവദൂതന്മാരെക്കാൾ താഴെയുള്ള പദവിയിലാണ് മനുഷ്യനെന്ന്. എന്നാൽ പുതിയ നിയമത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായ ലേഖനം 1-ാം അധ്യായം അവസാന വാക്യത്തിൽ പറയുന്നത്, ദൈവദൂതന്മാരെ പറ്റി പറയുന്നത് രക്ഷിക്കപ്പെടുവാനുള്ളവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന സേവകാത്മാക്കളായിട്ടാണ് ദൂതന്മാരെ കാണുന്നത്. രക്ഷിക്കപ്പെട്ടവർക്ക്, രക്ഷിക്കപ്പെടാനിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന, നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സേവകാത്മാക്കളാണ് ദൈവദൂതന്മാർ. ഇത് രണ്ടും വ്യത്യസ്തമായ 2 ചിന്തകളാണ്.
പഴയ നിയമ പശ്ചാത്തലത്തിലും പുതിയ നിയമ പശ്ചാത്തലത്തിലും രണ്ടും വ്യത്യസ്തമാണ്. ഒരു ചെറിയൊരു ട്രാൻസിഷൻ അവിടെ നടക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ ദൂതന്മാർ, ദൂതാരാധന ഒക്കെ വലിയ ശക്തമായിട്ടുണ്ട്, പല മേഖലകളിലുണ്ട്. അന്ന് ദൂതന്മാരെ ഭയന്നവർ, ദൂതന്മാർക്ക് വേണ്ടി ബലി കഴിച്ച സമൂഹങ്ങൾ വരെയുണ്ട്. കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ വേറൊരു തലത്തിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് മരിച്ചവരുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ സുറിയാനി ക്രിസ്ത്യാനികൾ പാടാറുണ്ട്: ക്രോബകളാർക്കും ശ്രാപ്പികൾ കുഴലൂതും പറുദീസാധൻ അവകാശി വരിക. ക്രൂപകളാർക്കും ശ്രാപ്പികൾ കുഴലൂതും പറുദീസാധൻ അവകാശി വരിക. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഓർത്തോണം. ഏദൻ തോട്ടത്തിൽ പാപം ചെയ്ത മനുഷ്യൻ, വഴിതെറ്റിപ്പോയ മനുഷ്യൻ, യഹോവയായ ദൈവം അവൻ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അവനോടൊപ്പം ഹൗവായെയും പുറത്താക്കി. എന്നിട്ട് ശക്തിയേറിയ തിളങ്ങുന്ന വാളുമായി ദൂതന്മാരെ അവിടെ കാവലുമാക്കി. ക്രോബെ ദൂതന്മാരെ കാവലാക്കി. ഏദൻ തോട്ടത്തിൽ നിന്ന് ആദാമും ഹൗവായും വെളിയിലേക്ക് പോകേണ്ട വന്നു. ആ ദൂതന്മാരവിടെ കാവൽ നിൽക്കാൻ കാരണം ഒരുവനും അവിടേക്ക് കടന്നു വരാൻ പാടില്ല. എന്നാൽ നമ്മൾ പാടുകയാണ്, പ്രത്യാശയോടെ പാടുകയാണ്. കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ രക്ഷയിലേക്കെത്തിയ ഏദൻ്റെ അവകാശി, നീ കടന്നു വരിക എന്ന് ദൂതന്മാർ തന്നെ ആർത്തു പറയുകയാണ്. നമ്മൾ ഓർത്തോണം പ്രിയമുള്ളവരെ, ഇനിയും ഈ മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ കയറ്റുകയില്ല എന്നുള്ള ഉദ്ദേശത്തോടെ വലിയവനായ ദൈവം ആദാമിനെ ഹവ്വായെയും പുറത്താക്കിയെങ്കിൽ, ക്രൂബെ ദൂതന്മാരെ വാളുമായി നിർത്തിയെങ്കിൽ, ഇപ്പോൾ ഇതാ നമ്മുടെ വിശ്വാസം നേരെ തിരിച്ചാണ്. കാരണം രക്ഷ കിട്ടിയവൻ്റെ അനുഭവം വേറെയാണ്. വാളോടുകൂടി നിന്ന ക്രോബെ ദൂതന്മാർ വാൾ മാറ്റിവെച്ചു, വാൾ താത്തിട്ടു, കൈകളിൽ കാഹളമെടുത്തു, കുഴലെടുത്തു, എന്നിട്ട് ആർത്ത് വിളിച്ചുകൊണ്ട് പറയുകയാണ്. ക്രോബേന്മാരും സ്രോപ്പേന്മാരും പറയുകയാണ്, മാലാകാവൃന്ദം പറയുകയാണ്, പർദീസായുടെ അവകാശി നീ കടന്നു വന്നാലും, കാരണം ഞങ്ങൾ വെറും കാവൽക്കാർ മാത്രം. ദൈവം മനുഷ്യനെ അത്രമാത്രമാണ് സ്നേഹിച്ചത്. പ്രിയമുള്ളവരെ, സുറിയാനി ക്രിസ്ത്യാനികളുടെ ദുഃഖവെള്ളിയാഴ്ചയുടെ ക്രമത്തിൽ വളരെ ഹൃദ്യമായൊരു ആശയമുണ്ട്. യഹോവയായ ദൈവം മിശിഹാ തമ്പുരാൻ ക്രൂശിൽ വെച്ച് വലതുഭാഗത്തുള്ള കള്ളനോട് പറയുന്നു, നീ നിന്നോടുകൂടെ പർദീസായിരിക്കും. പാരമ്പര്യം പറയുന്നത് ആ കള്ളൻ്റെ പേര് തീത്തോസ് എന്നായിരുന്നു. ഈ കള്ളനോട് ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിരിക്കുമെന്ന് പറഞ്ഞ കള്ളൻ, അവൻ ഭൗതികമായി മരണപ്പെട്ട് അവൻ്റെ ആത്മാവ് സ്വർഗീയ ഏദനിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവിടെ വെച്ച് ക്രൂബെ മാലാഖയും ദൈവത്തിൻ്റെ വാഗ്ദാനം കിട്ടിയ കള്ളനും തമ്മിൽ നടത്തുന്ന ഒരു സംഭാഷണം സുറിയാനി പിതാക്കന്മാർ വളരെ ഹൃദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നീ കള്ളനല്ലയോ, നിനക്കെന്താണ് അവകാശി? ഏറ്റവും അവസാനം രക്ഷിക്കപ്പെട്ടു വന്ന, മാനസാന്തരപ്പെട്ടു വന്ന, തമ്പുരാനാൽ അഭിഷിക്തനായി വന്ന ആ കള്ളനെ ആ ഏദനിലേക്ക് സ്വീകരിക്കുന്ന അനുഭവം വളരെ ഹൃദ്യമായി ഗാനരൂപത്തിൽ ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷയിലെ ക്രമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ ഓർത്തോണം, പുതിയ നിയമത്തിൽ ദൂതനേക്കാൾ മുകളിലായി പറയുന്നു. പഴയ നിയമത്തിൽ ദാവീദ് പറഞ്ഞത് ദൂതന്മാരേക്കാൾ അല്പം മാത്രം താഴ്ത്തി. തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. തേജസ്സും ബഹുമാനവും അണിയപ്പെട്ടവനാണ് മനുഷ്യൻ. ഈ മനുഷ്യൻ എന്ന് പറയുമ്പോൾ പലരും പറയും മനുഷ്യനൊരു പാപക്കൂനയാണെന്ന് പറയുന്നവരുണ്ട്. പാശ്ചാത്യ വേദശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു. ഹംബ് ഓഫ് സിൻ എന്ന് ഹ്യൂമൻ ബീയിങ്സിനെ കുറിച്ച് പറഞ്ഞു. എന്നാൽ ഓറിയൻ്റൽ ഐഡിയോളജി അങ്ങനെയല്ല. മനുഷ്യൻ പാപക്കൂനെന്ന് മാത്രമല്ല, മനുഷ്യന് ലക്ഷ്യങ്ങളുണ്ട്, പദവിയിലേക്കുള്ള വളർച്ചയുണ്ട്. പൗലോസ് ലീഹ പറയുന്നത് പോലെ ക്രിസ്തു എന്ന തലയോളം വളരുവാനുള്ള അനുഭവമുണ്ട്. നമ്മുടെ ജീവിതം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സാക്ഷ്യം കൊണ്ടോ ചിന്താധാരകൾ കൊണ്ടോ നമ്മൾ പാപക്കൂനകളായി തീരാതിരുന്നാൽ മാത്രം മതി. മനുഷ്യനെ അത്രമാത്രം സ്നേഹിച്ച ഒരു ദൈവമാണുള്ളത്. കാരണം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന ഒരു പൊട്ടൻഷ്യാലിറ്റി അത് വലുതാണ്. ഹൈ പൊട്ടൻഷ്യൽസ് ആണ്. ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന എനർജി അത് വലുതാണ്. ഊർജ്ജതന്ത്രം പഠിക്കുന്നവർ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും പഠിച്ചിട്ടുണ്ട്. വേഗം കൊണ്ടും സ്ഥാനം കൊണ്ടും കിട്ടുന്ന ഊർജ്ജമുണ്ട്. ദൈവസൃഷ്ടിയായ മനുഷ്യന് ഇത് രണ്ടുമുണ്ട്. ജീവിതഗതിയിലൂടെ കിട്ടുന്ന ഗതിവേഗമുണ്ട്.
ദൈവത്തോടൊപ്പം ചേരുമ്പോൾ കിട്ടുന്ന, പൊസിഷനോടുകൂടി ഇരിക്കുമ്പോൾ കിട്ടുന്ന, ദൈവ പദവിയിലിരിക്കുമ്പോൾ കിട്ടുന്ന ആ ഊർജവുമുണ്ട്. ഈ 2 എനർജി ലെവലുകളും ഏറ്റവും പ്രധാനമാണ്. എന്നിട്ട് പറയുകയാണ്, ദൈവത്തിൻ്റെ എല്ലാ കൈകളുടെ പ്രവൃത്തികൾക്കും മനുഷ്യനെ അധിപതിയാക്കി സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. അതെന്തിനൊക്കെയാണെന്ന് പറയുന്നു. ആടുകളെ, കാളകളെ, കാട്ടിലെ മൃഗങ്ങളെ, ആകാശത്തിലെ പക്ഷികളെ, സമുദ്രത്തിലെ മത്സ്യങ്ങളെ, സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ എല്ലാറ്റിനെയും മനുഷ്യൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് പറയുന്നത് ഓർത്തോണം, അവിടെ നൽകിയിരിക്കുന്ന അധികാരം വെട്ടി തിന്നാൻ വേണ്ടിയുള്ള അധികാരമല്ല, നശിപ്പിക്കുവാനുള്ള സ്വാർത്ഥതയുടെ അധികാരമല്ല, ഒരു ക്യാപിറ്റലിസ്റ്റിക് ഐഡിയോളജിയുമല്ല, ഒരു സ്റ്റുവാർഡ്ഷിപ്പ്, ഒരു കരുതലിൻ്റെ, ഒരു സേവനത്തിൻ്റെ അധികാരമാണ് നൽകിയിരിക്കുന്നത്. അതോറിറ്റി ഓഫ് സർവീസ്, അതാണ് ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നത്. അത് ഓർത്തോണം. എന്തുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്? കുറേ കാര്യങ്ങൾ പറയുകയാണ്. ആടുകൾ, കാളകൾ, കാട്ടിലെ മൃഗങ്ങളെ, ഇവയുടെയൊക്കെ അധിപതിയായിട്ട് വച്ചേക്കുകയാണ്. ഈ 3നെയും നിയന്ത്രിക്കുന്നതിന് പ്രത്യേകമായ കഴിവ് വേണം. മനുഷ്യൻ കരഗതമാക്കണം. അല്ലയോ മനുഷ്യ, നിന്നെ ഇതിൻ്റെയൊക്കെ ചുമതലക്കാരനായിട്ട് വെച്ചിരിക്കുകയാണ്. ആടുകളെ നിയന്ത്രിക്കാനൊരു കഴിവ് വേണം, ഒരു ഇടയസങ്കല്പം വേണം, ഇടയനായി മാറാൻ തക്കോണം നിന്നെ വെച്ചിരിക്കുന്നു. കാളകളെ നിയന്ത്രിക്കണം, അതിനല്പം കൂടി പരുഷമായി തന്നെ വേണം, ഒരു നിയന്ത്രണം വേണം. കലപ്പ കൊണ്ട് ഒരു കാളയെ ഉഴുവാൻ ഉപയോഗിക്കുമ്പോൾ അതിനെ ശിക്ഷിക്കേണ്ട രീതികൾ വേറെയാണ്. അപ്പോൾ ആടിനോടും കാളയോടും ഇടപെടേണ്ട മേഖലകൾ വേറെയാണ്. വന്യമൃഗങ്ങൾക്ക് നീ അധിപതിയാണ്, പക്ഷേ വന്യമൃഗങ്ങളോടുള്ള സമീപനം അത് വേറൊരു രീതിയിലാണ്. വന്യമൃഗങ്ങളെപ്പോലും നാട്ടുമൃഗങ്ങളായി മാറ്റുന്ന കാലമാണുള്ളത്. അതിൻ്റേതായ പരിചരണം വേണം. അപ്പോൾ ആടിന് കൊടുക്കുന്ന പരിചരണവും ആടിന് കൊടുക്കുന്ന പരിശീലനവും കാളയ്ക്ക് കൊടുത്താൽ പറ്റത്തില്ല. കാളയ്ക്ക് കൊടുക്കുന്ന പരിശീലനം വന്യമൃഗങ്ങളെ പരിശീലിപ്പിക്കുമ്പോൾ പറ്റത്തില്ല. കുഴിയിൽ വീണ് ആനയെ മെരുക്കിയെടുക്കുമ്പോഴും മൃഗജാലങ്ങളെ മെരുക്കുമ്പോഴും അതിൻ്റേതായ പരിചരണം വേണം. എന്ന് വെച്ചാൽ, അല്ലയോ മനുഷ്യ, നിന്നെ ഇതിനൊക്കെ അധിപതിയാക്കിയിരിക്കുകയാണ്, പക്ഷേ നീ ബുദ്ധിയും ശക്തിയും പ്രവർത്തിക്കണം. ആടിനെ മേയ്ക്കാൻ ചെല്ലുന്നത് പോലെ വന്യമൃഗത്തിൻ്റെ അടുത്തേക്ക് പോകരുത്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതചര്യകളിൽ ഇതെല്ലാമുണ്ട്. ആടിൻ്റെ സ്വഭാവമുണ്ട്, കാളയുടെ ഉണ്ട്, വന്യമൃഗങ്ങളുടെ ഉണ്ട്. നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ ഇതെല്ലാമുണ്ട്. ഇവയൊക്കെ മേയ്ക്കുക എന്ന് പറയുന്നത്, ഇവയോടൊക്കെ ഒപ്പം ആയിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ നിയന്ത്രണമാണ്. അതൊരു വലിയ പശ്ചാത്താപത്തിൻ്റെയും സഹനതയുടെയും അനുഭവമാണ്. ആടിൻ്റെ മേന്നുള്ള അലപ്പും വന്യമൃഗങ്ങളുടെ ഗർജനവും കാളയുടെ അമറലും ഇതെല്ലാം വ്യത്യസ്തമാണ്. ഇതിൻ്റെ ഓരോന്നിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അതെന്തിനു വേണ്ടി അലയ്ക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഒരാട് മേന്ന് അലയ്ക്കുമ്പോൾ അതിനോട് സ്നേഹമുള്ള വ്യക്തിക്ക് അതിൻ്റെ അലച്ചലിൻ്റെ ശബ്ദം കേൾക്കാം. ഒരാട് അതിൻ്റെ യജമാനനെ കാണുമ്പോൾ സ്നേഹത്തോടെ അലയ്ക്കും. കാളയെക്കുറിച്ച് പറയുന്നത്, കാള തൻ്റെ ഉടയവൻ്റെ, കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടി അറിയുന്നു. അതിനെ തുറന്നു വിട്ടാലും അത് കയറി വരും, അതിനുള്ളതുണ്ട്. അതിൻ്റെ ശബ്ദം അത് മനസ്സിലാക്കാൻ സാധിക്കണം. വന്യമൃഗം അലയ്ക്കുമ്പോൾ ആ ശബ്ദവും തിരിച്ചറിയാൻ സാധിക്കണം. അപ്പം ആടിൻ്റെയും കാളകളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ശേഷിയും കഴിവും അതിനെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണമുള്ള ഭാഷയുടെ ശൈലി പോലും ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. ഇവിടെ വീണ്ടും പറയുകയാണ്, അതുമാത്രമല്ല, ആകാശത്തിലെ പക്ഷികളും സമുദ്രത്തിലെ മത്സ്യങ്ങളും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലവും ഇതിൻ്റെയൊക്കെ അവകാശിയും ഇതിൻ്റെയൊക്കെ അധിപനുമാണ് മനുഷ്യൻ. എന്ന് വെച്ചാൽ, അധിപനെ സംബന്ധിച്ചിടത്തോളം അധിപൻ ഇവയൊക്കെ സംരക്ഷിക്കണം. സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ സംരക്ഷണം, ആകാശത്തിലെ പക്ഷികളുടെ സംരക്ഷണം. പ്രിയമുള്ളവരെ, ഓർത്തോണം, ആകാശത്തിലെ പക്ഷികളുടെ സംരക്ഷണവും അവൻ്റെ അധിപനുമാണ് മനുഷ്യനെന്ന് പറയുമ്പോൾ അവയുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്നതോ നശിപ്പിക്കുന്നതോ ആയി തീരുവാൻ മനുഷ്യന് അവകാശമില്ല. കാരണം അവൻ്റെ ഉടയവനുമാണ്, അധിപനുമാണ്, അതോറിറ്റിയുമുണ്ട്, ഒരു സ്റ്റുവാർഡ്ഷിപ്പുണ്ട്, കാര്യവിചാരകത്വമുണ്ട്. പക്ഷികളുടെ കാര്യവിചാരകത്വം എന്ന് പറയുമ്പോൾ പരിസ്ഥിതി മലിനമാകാതെ ഇരിക്കണം, അവയ്ക്ക് ചേക്കേറാനുള്ള സ്ഥലങ്ങൾ കിട്ടണം, അവയ്ക്കുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ കിട്ടണം. നിൻ്റെ ഫലമൂലാദികളും പക്ഷികൾ കഴിച്ചെന്നിരിക്കും, കൊത്തിക്കൊണ്ട് പോയെന്നിരിക്കും. എല്ലാം വലവെച്ച് സംരക്ഷിക്കുവാനോ എല്ലാ പറവജാതികളെയും കുടുക്കിട്ട് പിടിക്കാനോ നിനക്ക് ദൗത്യമില്ല, ഉത്തരവാദിത്വമില്ല. ദൈവം അത് ആഗ്രഹിച്ചിട്ടില്ല. പറന്നു പോകുന്ന കിളികൾ പറത്തിവിടാനുള്ള സ്വാതന്ത്ര്യപ്പെടുത്താനുള്ള അവകാശമുണ്ട്. നമ്മളുടെ വനനിയമങ്ങളും ജീവജാലങ്ങളോടുള്ള നിയമങ്ങളുമൊക്കെ നമുക്കറിയാവുന്നതാണ്. സമുദ്രത്തിലെ മത്സ്യങ്ങളും സമുദ്രതലത്തിൽ സഞ്ചരിക്കുന്ന
എല്ലാ ജീവജാലങ്ങളുടെയും അധിപനാണ് മനുഷ്യൻ എന്ന് പറയുന്നു. ചില സമയത്ത് ട്രോളിംഗ് നിരോധനമൊക്കെ നൽകും, അതൊക്കെ പാലിക്കണം. മത്സ്യങ്ങളൊക്കെ മനുഷ്യന് കഴിക്കാനുള്ളതാണ്, രുചികരമായ ഭക്ഷണമാണ്. പക്ഷെയൊക്കെ നിയന്ത്രിച്ച് അതിനെയൊക്കെ ഉപയോഗിക്കണം. അവയൊക്കെ കണ്ടും കേട്ടും ഉപയോഗിക്കണം, ബഹുമാനിച്ചവയെ ഉപയോഗിക്കണം. സമുദ്രത്തെ മലിനമാക്കുകയും പാഴാക്കുകയും ചെയ്യുമ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുകയാണ്. സമുദ്ര തീരങ്ങൾ സംരക്ഷിക്കണം, സമുദ്ര ശോഷണം തടയണം. കടലിൻ്റെ മക്കളുടെ കണ്ണുനീരും നിലവിളിയും കേൾക്കണം. അവയെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന പരമ്പരാഗതമായ തൊഴിലിൽ നിൽക്കുന്നവരെ ബഹുമാനിക്കണം. അതിന് ഭരണ സംവിധാനം ഉയരണം. അങ്ങനെയുള്ളവരുടെ ജീവിത മാർഗങ്ങൾ അന്നം മുട്ടിക്കുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകരുത്. സങ്കീർത്തനം വായിക്കുമ്പോൾ ദൈവം മനുഷ്യനെ മത്സ്യങ്ങൾക്കും സമുദ്രത്തിൽ കൂടി സഞ്ചരിക്കുന്ന എല്ലാറ്റിനും അധിപനാക്കിയിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വെറുതെ വായിച്ച് കളിച്ചു വിടാനുള്ളതല്ല. ഇതൊക്കെ ഓർത്തോണം. ആ മത്സ്യങ്ങളെയും കടലിനെയും പരിപാലിക്കണം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടലിൽ കൊണ്ട് തള്ളരുത്. അങ്ങനെയുള്ള മത്സ്യങ്ങളെയും അതിനോട് ബന്ധപ്പെട്ട ജീവജാലങ്ങളെ നശിപ്പിക്കരുത്. അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ, അത് തൊഴിലായി കാണുന്നവരെ ബഹുമാനത്തോട് വീക്ഷിക്കണം. അവരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിപാലിച്ചു കൊടുക്കണം. ഇതൊക്കെ നമ്മുടെ ദൗത്യമാണ്. ദാവീദ് ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയുകയാണ്, ഞങ്ങളുടെ ദൈവമായ യഹോവേ, നിൻ്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. വീണ്ടും അതേ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് പറയുകയാണ്, ആദ്യവും അവസാനവും പറയുന്നു, നിൻ്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. എൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും ബലഹീനതയിലും നിരാശയിലും ദുഃഖത്തിലും സന്തോഷത്തിലുമൊക്കെ എൻ്റെ ദൈവത്തിൻ്റെ നാമം ഭൂമിയിൽ ശ്രേഷ്ഠമായാൽ മതി. ഞാൻ ഈ ലോകത്ത് ശ്രേഷ്ഠനായില്ലെങ്കിലും എൻ്റെ ദൈവനാമം ഈ ഭൂമിയിൽ ശ്രേഷ്ഠമാകാനിടയാകട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അവൻ്റെ നാമം ശ്രേഷ്ഠമെന്ന് സാക്ഷിക്കുവാനും ഈ ധ്യാന പഠനം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും എന്നാളും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.